ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സെമസ്റ്റർ 2 ഫിസിക്സ് ലാബ് എക്സ്പെരിമെൻറ്റ്സ് അതിൽ എന്താണ് നമ്പർ 1 എക്സ്പെരിമെൻറ്റ് മാപ്പിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ നമുക്കതിൽ എന്താണ് ഇത് കാണുമ്പോൾ ഭയങ്കര എന്താണ് എന്തൊക്കെയല്ലോ ആണെന്ന് തോന്നുമെങ്കിലും എനിക്ക് മനസ്സിലായത് ഇത് എല്ലാവരും വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. ഇത് വെറുതെ എന്താണ് കാണാൻ മാത്രമല്ല സിമ്പിൾ, ചെയ്യാനും സിമ്പിൾ തന്നെയാണ്. ഇതിലും സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഇനി എവിടെയും കിട്ടാൻ പോകുന്നില്ല. എന്താണ് അത്രക്കും LKG ലെവലായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയത്. സോ എന്താണ് നമ്മൾ പൊതുവെ വിചാരിക്കും മറ്റേതല്ലേ നമ്മളെ പൊട്ടൻഷ്യോമീറ്റർ, നമ്മളെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, സ്പെക്ട്രോമീറ്റർ. ഇത് ആക്ച്വലി എന്താണ് ഈ പറയുന്ന ഇത്ര സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഞാൻ ഇതിന് മുമ്പ് ഞാനെവിടെയും കണ്ടില്ല. ഞാൻ +2 ചെയ്യുന്ന നേരത്തെ പോലും ഇതിനെക്കാട്ടും ടഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് നോക്കാം. നമ്മൾ എയിം ടു മാപ്പ് ദ കോമ്പൈൻഡ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു എർത്ത്. അതായത് നമ്മൾ എന്താണ് ബേസിക്കലി നമ്മളെ പരിപാടി തന്നെ ഇതിപ്പോൾ മാഗ്നറ്റ് സൗത്ത് നോർത്ത് ഇങ്ങനെ എന്താണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് തുടങ്ങി ഈ ലൈൻസ് ഇവിടെ അവസാനം ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ അതാണ് ഇങ്ങനെ പോയി ഈ ഒരു. അപ്പോൾ ഈ സാധനം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. അത് ഇതിൻ്റെ ഒരു കുറച്ച് ലെങ്ത്തും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കാൽക്കുലേഷൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ന്യൂട്രൽ പോയിൻ്റ് അല്ലെ നൾ പോയിൻറ്റ്. ഈ നൾ പോയിൻറ്റും കൂടി കണ്ടുപിടിക്കാനാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് ടു കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ആൻഡ് പോൾ സ്ട്രെങ്ത്. ഇതൊക്കെ ആക്ച്വലി ഇത് നമ്മൾ ആദ്യം വെരിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഞാൻ വേണ്ടിയിട്ട് സാധനം കാണിച്ചു തരാം. അതായത് നമ്മൾ ചെയ്ത സാധനമാണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഇത് ഈ ഇവിടെ നടുക്ക് വെച്ച സാധനമാണ് ബാർ മാഗ്നറ്റ്. അതിന് കണക്കായിട്ട് നമ്മളിതാ ഇങ്ങനെ കുറേ ആ ഒരു ഇതിപ്പോൾ സൗത്ത് നിന്ന് തുടങ്ങി നോർത്തിലേക്ക് അവസാനിക്കുന്നതിൽ ഇതിങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ബേസിക്കലി നമ്മൾ വരക്കേണ്ടത്. സംഭവം സിമ്പിൾ തന്നെയാണ്. അപ്പോൾ എന്താ അത് വെച്ചിട്ട് ഇത് ചെയ്ത ശേഷം നമ്മൾ ഫൈനലി ഈ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് എന്താണ് ആ ഒരു സിമ്പിൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്ന ആൻസർ ആദ്യം മറ്റേ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടിക്കും സ്മോൾ ലെറ്റർ M. അത് വെച്ചിട്ട് ഈ അതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോൾ സ്ട്രെങ്ത് M/12 ചെയ്യുന്ന ഇക്വേഷൻ ഞാൻ ഏതെങ്കിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഈ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടില്ല, സോ അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണ് നമുക്കെല്ലാം നോക്കാം ഇതെങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതെന്നില്ല. ഇതിൽ അപ്പാരറ്റസ് എന്തെല്ലാം ബാർ മാഗ്നറ്റ് ഉണ്ട്. ഞാനീ പറഞ്ഞ ഈ സാധനം നമ്മൾ ആ സെറ്റപ്പ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കുഞ്ഞ് മാഗ്നറ്റ്, കമ്പസ് നീഡിൽ ഏത് നമ്മളെ ഡയറക്ഷൻ കാണിക്കുന്ന നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അതായത് നമ്മൾ എന്താണ് ഇത്ര വലിയ സൈസിലാണ് ഒരു കുഞ്ഞ് ഇത്ര സൈസിൽ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇത് കറക്റ്റായിട്ട് ഇത് ഭയങ്കര കുഞ്ഞാണ്. നമ്മൾ ഇത്ര സൈസ് ആയിട്ടല്ലോ അത്ര സൈസിനുള്ളിൽ കാണാൻ പറ്റുന്നത്. അതായത് പക്ഷേ വാല്യൂസ് കാണാൻ പറ്റും, പക്ഷേ വളരെ കുഞ്ഞ് സാധനമാണ്. ഇതാണ് ബേസിക്കലി നമ്മളെ കമ്പസ് നീഡിൽ എന്ന് പറയുന്നത്. ഒരു ഡ്രോയിങ് ബോർഡ് ഉണ്ടാവും. എന്താണ് ഈ ഡ്രോയിങ് ബോർഡ്? അത് നമ്മളിതാ ബേസിക്കലി ഇതൊരു ബോർഡായിരിക്കും. അതായത് ഇവിടെ ഒരു എന്താണ് ചെറിയ വുഡൻ്റെ ഒരു സാധനങ്ങൾ എന്താ ബേസിക്കലി ദിസ് ഇസ് എന്താണ് ഒരു വുഡൻ അല്ല ഒരു ബോർഡ് തന്നെ വേണ്ടിക്ക് പറയാം. എന്താ ഇത് റെഡ് കളറിലെ ഒരു ബോർഡായിരിക്കും. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന സെറ്റപ്പിൽ ഇത് റെഡ് കളറിലെ ബോർഡ്. ഇതിന് എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു ബോർഡാണ്. നമ്മൾ പൊതുവെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു എന്താണ് ഒരു യൂണിഫോം അല്ലെ സർഫേസിൽ എന്താണ് വരക്കേണ്ടതായിട്ട് വരും. ഈ ലൈൻസൊക്കെ നമ്മൾ പെൻസിൽ കൊണ്ട് വരക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എന്താണ് ഈ നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നത്. ഇതിന് വേറെ പ്രത്യേകിച്ചിട്ട് യൂസ് ഇല്ല. അതേപോലെ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ. ഈ സാധനം ഇതാണ് വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത്. അതേപോലെ പിന്നുകൾ വേണം. പിന്നെന്തിനാണെന്നില്ല പറഞ്ഞാൽ 1/2 മീറ്റർ സ്കെയിൽ, പിന്നെ മീറ്റർ സ്കെയിലും വേണം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ നമ്മളെ അപ്പാരറ്റസിനെ പറ്റി പറയാനുള്ളൂ. സോ എന്താണ് ഈ പറയുന്ന ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ എന്ത് ചെയ്യും സെറ്റാക്കി വെക്കും. നമ്മളിപ്പോൾ ഇതപ്പാണ് നമ്മൾ ടേബിൾ എന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് CC, പിന്നെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും. എന്നിട്ട് നമ്മൾ ഈ ബോർഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഈ പേപ്പർ ഏതെങ്കിലും സൈഡിൽ, അത് ഏത് സൈഡാണെന്നൊന്നുമില്ല, ഈ ഷീറ്റ് ഇതിപ്പോൾ ഈ ഷീറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. ഈ ഷീറ്റ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് 4 സൈഡിലും പിന്ന്, ഇവിടെ പിന്ന്, ഇവിടെയും പിന്നെ, എന്നിട്ട് 4 സൈഡിന്. അതെന്തിനാണ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ സാധനം ഫിക്സ്ഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 4 കോർണറിൽ നമ്മൾ പിന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും ഇത് ഫിക്സ് ആക്കി വെക്കും. അപ്പോൾ എന്ത് ചെയ്യും പിന്നെ സാധനം ഇളകൂല. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിനൊന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് വരുന്ന രീതിയിൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈന് വരക്കുക, ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈനും വരക്കുക. പെർപെൻഡിക്കുലർസാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഈസി ആയിട്ട് ചെയ്യേണ്ടെങ്കിൽ എന്താ ഈ പേപ്പർ ഒരു മടക്ക് മടക്കി 2 മടക്ക് മടക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് ആ സാധനം കറക്റ്റ് ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സിമെട്രി വെച്ചിട്ട് കിട്ടും. സിമെട്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏകദേശം ഒരു അളവ് വെച്ചിട്ട് ഒരു കറക്റ്റ് ഇതൊരു നടുവെന്ന് കിട്ടുന്ന രീതിയിൽ ഇതാക്കിയാൽ മതി. പിന്നെ ഇതാണ് ബേസിക്കലി
നമ്മളെ കോമ്പസ് നീഡിലെല്ലാം നമ്മളെ ബാർ മാഗ്നറ്റെല്ലാം വെക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എക്സാക്റ്റ് സെൻറ്റർ ഓഫ് ദിസ് പോയിൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇതിപ്പോൾ ഒരു ഡയറക്ഷനിലായിരിക്കില്ലേ വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെ എർത്തിൻ്റെ ഇപ്പോൾ ബേസിക്കലി നമ്മൾ എർത്തിൻ്റെ മുകളാണ് നിൽക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഒരു ജിയോഗ്രഫിക് സൗത്ത് നോർത്ത് പോളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ അലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് നോക്കൂ. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സി സി ഇങ്ങനെ നേരെ, അതായത് നമ്മൾ അവിടെയില്ല ജനലിലേക്കാണ് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്. ബേസിക്കലി എനിക്ക് മനസ്സിലായത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുന്നതാണ് നോർത്ത് ഡയറക്ഷന്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ബാക്കിലില്ലാതായിരിക്കും സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന അത് കറക്റ്റ് എക്സാക്ട്ലി നോർത്ത് ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് വെച്ചാലൊന്നും അപ്പോൾ ശരിക്കും നോർത്ത് വരാൻ ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കോമ്പസ് നീഡിൽ വെച്ചിട്ട് ഇത് വെരിഫൈ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ബോർഡ് ഈ നമ്മൾ പേപ്പർ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവും. പക്ഷേ അത് നോർത്തിൻ്റെ കറക്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പേപ്പറിനല്ല മാറ്റുന്നത്, പേപ്പർ ഫിക്സ്ഡ് ആണ്. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അതായത് ചിലപ്പോൾ ഈ ആരോ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് ആരോൻ്റെ അതായത് ആരോ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനൊരു നമ്മളതിനൊരു പോയിൻ്റ് ചെയ്യുന്ന ഭാഗവും പിന്നെ ബാക്കിലത്തെ ഈ ഒരു സംഭവം ഇങ്ങനെ ആയിരിക്കും ആരോ നിൽക്കുന്നുണ്ടാവുക. ഈ സംഭവം മനസ്സിലായില്ലേ, ഈ ഒരു ആരോ ഇതാണ് നമുക്ക് മറ്റേ ആ ഒരു കോമ്പസിനുള്ളിൽ നീഡിനുള്ളിൽ കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക, ഈ ഒരു ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഈ ഒരു ലെവൽ, അതായത് ഇങ്ങനെ നിൽക്കുന്ന സാധനം കുറച്ചൊന്ന് ചിരിച്ചിട്ട് കറക്റ്റ് നോർത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഈ പേപ്പർ നീക്കുന്നതിന് പകരം ഈ ബോർഡിനെ കുറച്ചൊന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് മീൻസ് കുറച്ചൊന്ന് അങ്ങോട്ടാക്കി അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇങ്ങോട്ടാക്കി. അപ്പോൾ നമ്മൾ നോക്കും ഒരു പോയിൻ്റ് എത്തുന്ന ടൈമിൽ, അതായത് ഏകദേശം ചിലപ്പോൾ ഒരു ഇങ്ങനെ അതൊരു ഡയഗണലി നിൽക്കുന്ന, അതായത് ഈ രണ്ടറ്റങ്ങൾ ഇങ്ങനെ വരുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കറക്റ്റ്, അതായത് ഇങ്ങനെ ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ കാണിക്കുന്നത്. നോർത്ത് കറക്റ്റ് ഫേസ് ചെയ്യുന്ന, സൗത്തിൻ്റെ മുകളിൽ ഇത്, പിന്നെ ഈസ്റ്റ് വെസ്റ്റ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ സാധനം ബോർഡ് അവിടെ ഫിക്സ് ആക്കി വെക്കുക. ബോർഡ് ഫിക്സ് ആക്കുക മീൻസ് പിന്നെ ബോർഡ് നിങ്ങൾ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഒന്നും ചെയ്യാൻ പാടില്ല. ബോർഡ് ഇങ്ങനത്തെ ഒരു, അതായത് ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് എനിക്ക് കറക്റ്റ് വരയ്ക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് വളഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ വളഞ്ഞിട്ട് തന്നെ വെക്കുക. അത് ഡയഗണലി ആ പൊസിഷനിൽ ഇതിപ്പോൾ ഇങ്ങനെ സ്ട്രേറ്റ് തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ആ ഒരു പൊസിഷൻ ഉണ്ടാവില്ല, ആ പൊസിഷനിൽ തന്നെ ഫിക്സ് ആക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യരുത്, ആ ബോർഡിനെ പിന്നെ നമ്മൾ മാറ്റാൻ പാടില്ല. അതാണ് ബേസിക്കലി. ആ ബോർഡ് മാറ്റി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോവും, പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന സാധനം തെറ്റിപ്പോൾ. അത് സൂക്ഷിക്കുക. ഈ സാധനം എക്സ്പീരിയൻസ് സിമ്പിളാണെങ്കിലും ഇത് തട്ടി മാറിപ്പോയി കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം ഇനി ഇതാണ് ബേസിക്കലി ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇതിപ്പോൾ റെഡിയായ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പേപ്പറിൻ്റെ ഒരു റൈറ്റ് കോർണർ ഉണ്ടല്ലോ, റൈറ്റ് കോർണറിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. ഇതെന്തിനാണ് കാണിക്കുന്നത്, ഇത് ബേസിക്കലി ആ ഡയറക്ഷൻ കാണിക്കേണ്ടിയിട്ടാണ്. അത് ഡയറക്ഷൻ നമുക്ക് അറിയാമെന്നില്ല കാണിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത്. ഇതെന്തായാലും നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യുക. ഞാനവിടെ എൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, വേണ്ടി കാണിച്ചു തരാം. ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല, ഇതെന്തായാലും മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊന്ന് ഒടുങ്ങിയിട്ട് പിടുത്തുണ്ടല്ലേ. ഞാൻ പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, അതേപോലെ വെസ്റ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി മാഗ്നറ്റിൻ്റെ നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ കണ്ടോ അങ്ങോട്ടേക്ക് പോകുന്ന ഡയറക്ഷൻ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അത് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഞാൻ ഈ ഫിഗർ ഞാൻ വീണ്ടും ഇവിടെ വരക്കുവാണ്. ബോർഡ് അതിന് ശേഷം നമ്മളെ ബോർഡിൻ്റെ മുകളിൽ അപ്പോൾ എന്ത് ചെയ്യണം, അതിന് ശേഷം ഇത് എന്ത് ചെയ്യുക, ഈ കോമ്പസ് മാറ്റി വെക്കുക. കോമ്പസ് മാറ്റിയിട്ട് മറ്റേ പേപ്പറിൽ അവിടെ തന്നെ ഫിക്സ്ഡ് തന്നെ 4 പിന്നും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതായത് ഈ സെറ്റപ്പ് പോയി ഒന്നും കൂടി ഒന്ന് വരക്കുന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. എനിക്ക് അവിടെ വരച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി കിട്ടൂല, അത് സംഭവം കാണൂല. ഇപ്പോൾ ഞാൻ ആ ലൈൻസിൽ അതേപോലെ തന്നെ വീണ്ടും മാർക്ക് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കുറച്ചൊന്ന് ചിരിച്ചിട്ട് ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് നോർത്ത് ഫേസ് എന്നതിൽ റെഡിയാക്കി വെച്ച്. ഇനി എന്ത് ചെയ്യുക, നമ്മളെ ബാർ മാഗ്നറ്റ് ഒരു റെഡ് കളറിലുള്ള ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബാർ മാഗ്നറ്റ് കിട്ടും. ആ ബാർ മാഗ്നറ്റിനെ ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വെക്കുക. കറക്റ്റ് ഇങ്ങനെ വരുന്ന ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക,
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാവും ബാർ മാഗ്നറ്റിൻ്റെ മുകളിൽ എന്താണ് ഇങ്ങനെ ഇത് നോർത്താണ് ഇത് സൗത്താണെന്നൊന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഇത് NS എന്നൊന്നും പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ കോമ്പസിനെ നീഡിൽ വെച്ചിട്ടാണ് ഏതാ നോർത്ത് ഏതാ സൗത്ത് എന്നെല്ലാം കണ്ടുപിടിക്കുക. ബേസിക്കലി ഇപ്പോൾ ഇത് വെറുതെ തൽക്കാലത്തേക്ക് ഇത് നോർത്താന്ന് വെറുതെ അസ്യൂം ചെയ്യും, എനിക്കറിയില്ല, പക്ഷേ ഇതാണ് തൽക്കാലത്തേക്ക് നോർത്ത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നമ്മളെ എന്താണ് എൻ്റെ പേരെന്തായിരുന്നു, കോമ്പസ് നീഡിൽ. ഇതാണ് കോമ്പസ് നീഡിലെ നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, അങ്ങനെ തന്നെ അല്ലേ, ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഞാൻ ഈ ഭാഗം, അതായത് ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് എയറോ പോയിൻ്റ് രീതിയാക്കും. അപ്പോൾ എന്താ മനസ്സിലായി, ഇത് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിനെ കൂടുതൽ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ആറോ അതായത് നിന്നെടുത്ത് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അതായത് എന്ത് ചെയ്യും, ഈ സംഭവം ഇത്ര സ്പീഡല്ല, ഇങ്ങനെ എന്ത് ചെയ്യും, അത് അവിടുന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് കളിക്കും. കാരണം എന്താ, അവിടെ റിപ്പൾഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു ഒറ്റ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറി കളിക്കുന്നുണ്ടാവും. പക്ഷെ നേരെ ഞാൻ തിരിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് തന്നെ, അതായത് സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത്, അപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് കുറച്ച് അടുത്ത് വെക്കുമ്പോൾ തന്നെ ഈ സാധനം ഇങ്ങനെ കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കും. അതായത് ഇങ്ങനെ ഒരു നമ്മൾ ലൈന് കറക്റ്റ് ഒരു വരച്ച വരെ ഇങ്ങനെ തന്നെ അവിടെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും. അതേപോലെ നമ്മൾ കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒട്ടിപ്പിടിച്ചു. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് അട്രാക്ഷൻ. അതായത് നോർത്തും ഇതിൻ്റെ നോർത്തും ഈ കോമ്പസിനിടയിൽ സൗത്തും കൂടി അട്രാക്ഷൻ നടന്ന്, അങ്ങനെയാണ് ഞാൻ കണ്ടതാണ് സംഭവം. എന്താ അടുത്ത് വെച്ചപ്പോൾ ഞാൻ വെറുതെ കൈ വിട്ടപ്പോൾ തന്നെ ഇതിന് വെറുതെ രണ്ടും കൂടി ഒട്ടിപ്പിടിച്ചു പോയി, ഒരു പേസ്റ്റ് ആയി പോയി. ഐ മീൻ പേസ്റ്റ് അല്ല, രണ്ടും കൂടി എന്താണ് അട്രാക്റ്റഡ് ആയിട്ട് ഒരുമിച്ച് പൊതുവെ നമ്മൾ മാഗ്നറ്റിലെല്ലാം കാണുന്ന പോലെ തന്നെ ആ സംഭവം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇത് അട്രാക്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് ഇത് മനസ്സിലായി ഇത് സൗത്ത് അല്ല, അപ്പോൾ അതിനെ അട്രാക്ട് ചെയ്യുന്ന ആരാണ്, ഇത് നോർത്താണ്. അപ്പോൾ ബേസിക്കലി ഇത് സൗത്ത് ആയിരിക്കും. അങ്ങനെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഈ ഭാഗം എനിക്ക് നോർത്താന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഈ ഒരു സൈഡ് നിങ്ങൾക്ക് വേണ്ടി ഈ സൈഡിൽ ചെയ്ത് നോക്കാം, പക്ഷേ അപ്പോൾ ഈ സൈഡിൽ ചിലപ്പോൾ എന്താണ് സൗത്ത് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വെക്കേണ്ട സാധനം നോർത്ത് ആയിരിക്കും, വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ വരും. അപ്പോൾ ഇത് സൗത്ത് എന്ന് മനസ്സിലായി, ഇത് നോർത്ത്. എങ്ങനെ വേണ്ടിയൊക്കെ ചെയ്യാം, നമ്മൾ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നാണ് ചെയ്തത്, സിമ്പിളായിട്ട് കിട്ടി. ഇത് വലിയ മെനക്കേടില്ല പണിയൊന്നുമില്ല. ആ കോമ്പസ് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ, ആ ഒരു അട്രാക്ഷനാണോ റിപ്പൾഷൻ കണ്ടിട്ട്, അട്രാക്ഷനാണോ റിപ്പൾഷനാണോ നോക്കിയിട്ട് നമുക്ക് ഇത് ഏതാ നോർത്ത് സൗത്ത് എന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏതാ അത് ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുപോയി, എന്നിട്ട് മനസ്സിലായി. ഇനിയാണ് നമ്മളെ പണി വരുന്നത്. എന്താണ് ശരിക്കുമില്ല പണി. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി എന്ത് വേണം, ഇതിപ്പം കണ്ടോ, ഇത് നോർത്ത് സൗത്ത്. അതായത് നമ്മൾ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓപ്പൺ ലൂപ്പ് ആയിരുന്നു, ഇത് ക്ലോസ്ഡ് ലൂപ്പ്. അതായത് ഇത് സൗത്ത് നിന്ന് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തുടങ്ങിയിട്ട് നോർത്തിലേക്ക് ചെന്ന് അവസാനിക്കും. അതായത് എല്ലാ ഫീൽഡ് ലൈൻസ് എങ്ങനെ കറങ്ങി തിരിഞ്ഞ് പറഞ്ഞാലും ലാസ്റ്റ് എത്തുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ നോർത്ത് പോളാണ്. ഇതിങ്ങനെ നോർത്ത് പോള്, ഇതിന് നോർത്ത് പോള്, ഇതും ചിലപ്പോൾ നമുക്ക് നമ്മൾ ബോർഡ് കാണിക്കാൻ പറ്റാത്ത വരകളുണ്ടാവും. അപ്പോൾ ബോർഡ് കാണിക്കാൻ പറ്റാത്ത വരകൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. എന്താണ് അത്, ചിലപ്പോൾ ബോർഡിൻ്റെ ഈയിൽ കൂടെ, അതായത് നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ബേസിക്കലി അപ്പോൾ ഇങ്ങനെ പോയിട്ട് അതിങ്ങനെ എന്താണ് കറങ്ങി തിരിഞ്ഞ്, അതായത് ബോർഡ് നമ്മൾ ടേബിളിൽ അതിൽ കൂടെ വളഞ്ഞിട്ട് മറ്റെന്താണ് ഡ്രിഫ്റ്റ് അടിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഫൈനലി നോർത്ത് പോളിലേക്ക് അത് നമുക്ക് വിഷ്വലി കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഈ എവിടെയാണ് നമ്മൾ പേപ്പർ അവസാനിക്കുന്നത് അവിടുത്തെ വരെ അത് കാണിക്കാൻ പറ്റുള്ളൂ, അതൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ അതായത് ഇപ്പോൾ അടുത്തൊക്കെ ആണെങ്കിൽ ശരിക്കും എന്താണ് നമുക്ക് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും, നമുക്ക് കറക്റ്റ്. ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചില്ല, ഏത് ഞാൻ ഉദ്ദേശിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതാ ഇപ്പോൾ ഇങ്ങനെയല്ല, ഈ അടുത്ത് കൂടെ വരുന്ന വരകളെല്ലാം ഇവിടെ സൗത്ത് നിന്ന് തുടങ്ങി നേരെ നോർത്ത്, സൗത്ത് നിന്ന് തുടങ്ങി നേരെ നോർത്ത്. ചില വരകളൊന്നും പക്ഷേ എന്ത് ചെയ്യുമല്ലോ ഇങ്ങനെ കറക്റ്റ് വരില്ല. അപ്പോൾ എന്താ ഇതിവിടെ ചെന്ന് അവസാനിച്ച്, എന്നിട്ട് ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഇവിടുന്ന്, അപ്പോൾ എന്താ ഞാൻ പറയുന്നത് ഈലൂട്ട കൂടെ പോയി ലാസ്റ്റ് എന്താണ്, അതായത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഇൻവിസിബിൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്. ഇതാണ് ബേസിക്കലി സംഭവം, ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ സംഭവം നമ്മളിങ്ങനെ ഈ സാധനം വരച്ചതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അത് ചെയ്യേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഈ ഒരു ഫിഗറിനെ വേണ്ടിയിട്ട് കാണിച്ചു തരാം. എവിടെയായിരുന്നു നമ്മളിത്, ഓക്കെ. നമ്മൾ എന്നിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ബാർ മാഗ്നറ്റ് ഇവിടെ ഫിക്സ് ആയി കഴിഞ്ഞാൽ അതിവിടെ വരക്കുക. കാരണം ചിലപ്പോൾ പൊസിഷൻ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈന്, കുഞ്ഞ് ഔട്ട്ലൈന് ആ ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇവിടെ കുറേ ഡോട്ടെല്ലാം കാണുന്നത്. ഈ ഡോട്ടെല്ലാം എങ്ങനെയാണ് വന്നത്, നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സൗത്ത് പോളാണല്ലോ. സൗത്ത് പോൾ ആകുമ്പോൾ നമ്മൾ ഈ കുഞ്ഞ് കോമ്പസ് നീഡിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് അടുത്തേക്ക് വെക്കും. ഏത് ഭാഗമായിരിക്കണം അടുപ്പിക്കേണ്ടത്, നോർത്ത് പോളായിരിക്കണം. കാരണം ഇത് സൗത്ത് ആകുമ്പോൾ അതിന് അട്രാക്ഷൻ വരുന്ന രീതിയിൽ ഏതായിരിക്കണം,
നോർത്ത് പോളാണ് ബേസിക്കലി. അല്ല സൗത്ത് പോളിന് അട്രാക്ഷനായിട്ട് കോമ്പസിൻ്റെ നോർത്ത് പോൾ ഇത് അട്രാക്ഷൻ വരേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അൺസ്റ്റേബിളായിട്ട് റിപ്പൾഷൻ ഇങ്ങനെ മാറി മാറി കളിക്കും. നമുക്ക് ഈ സാധനം ഫിക്സഡ് ആയിട്ട് അതായത് ഉള്ളിലത്തെ നീഡിൽ ഇങ്ങനെ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ പോയിന്റ് ചെയ്യാൻ പാടില്ല. പല പല ഡയറക്ഷൻ പോയിന്റ് നമുക്ക് മനസ്സിലാവില്ല. സോ അത് തെറ്റാണ്. ഒറ്റ ഡയറക്ഷനിൽ മാത്രം ഒരു സ്ഥലത്ത് സ്റ്റഡി ആയിട്ട് ആ സ്ഥലത്ത് തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. സോ അങ്ങനെ ഈ സമയത്ത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെന്താ, അതായത് ഞാൻ മനസ്സിലാക്കിയത് ആരോ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇതാ ആരോൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയും, അപ്പോൾ ഇതേതാണ്, ഇത് നോർത്ത് സൗത്ത്. ഓക്കെ, അപ്പോൾ നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ കോമ്പസിൻ്റെ അടുത്തേക്ക് വെച്ചപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് കാണിച്ച്, ഡയറക്ഷൻ കാണിച്ച് നോർത്ത് പോൾ കാണിച്ചല്ലോ. ആ ആരോൻ്റെ ടിപ്പിൽ, അതായത് ഇതിപ്പോൾ ഇങ്ങനെ വരക്കുമല്ലോ നമ്മൾ ഇങ്ങനെ ആ ബാർ മാഗ്നറ്റിൻ്റെ അടുത്ത കൂടി ഇത് വെച്ച് ഇത് സൗത്ത് പോളാണ്. അപ്പോൾ ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, അപ്പോൾ ഇങ്ങനെയാണ് ആരോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, അതായത് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. ഈ ആരോൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ എന്ത് ചെയ്യുക, ഒരു പെൻസിലുണ്ട്, ഇത് കണ്ടോ പെൻസിലുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് വരയ്ക്കുക. സിമ്പിൾ വരികയാണ്, പെൻസിലുണ്ട് ഡോട്ട് വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ കോമ്പസ് നീഡിലിനെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതായത് ഇതിൻ്റെ ബാക്കിലത്തെ ഭാഗം ഈ ഒരു ഡോട്ടിനെ കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ, അല്ല അതിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് അടുത്തൊരു പോയിന്റ് ഉണ്ടാവില്ല, അടുത്ത പോയിന്റ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇങ്ങനെ പോകുന്നൊരു എന്താണ് ആ ഒരു ട്രജക്ടറി നമുക്ക് ഏകദേശം കാണാൻ പറ്റും. അപ്പോൾ പിന്നെ എന്താണ് അടുത്തത് ഇങ്ങോട്ടേക്ക് വെച്ച്, അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ തട്ടിയെന്നല്ല, അത് അതിനോട് മുട്ടിച്ച് അതിന് ശേഷം അടുത്തത് പോയിന്റ് ഇവിടെ വരച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഈ ലൈൻസ് കൂടി നമ്മൾ യോജിപ്പിക്കുക. ഞാൻ പറയില്ല, ഇതിൽ സിമ്പിളായിട്ട് എക്സ്പെരിമെൻറ്റ് വേറെ കിട്ടാനില്ല. അതായത് ഈൻ്റെ ഈ ഒരു ഭാഗവും ഇത് തമ്മിൽ സംഭവം മനസ്സിലായോ, ഇവിടെ ഡോട്ട് 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 ഡോട്ട്. അപ്പോൾ നമ്മളെന്താ ആ കോമ്പസ് വെച്ചിട്ട്, ആ കോമ്പസിനിൽ വെച്ചിട്ട് ഇങ്ങനെ പോയി ലാസ്റ്റ് ഇവിടുത്തെ വരെ എത്തി. അപ്പോൾ എന്താ അതിങ്ങനെ പോയി ലാസ്റ്റ് എന്താണ് ആ പുറത്തേക്കാണ്. പുറത്തേക്ക് മീൻസ് അത് അതായത് ഇതിൽ കൂടുതലും വന്നിട്ട് ഇങ്ങോട്ടേക്കെല്ലാം ആക്ച്വലി ഇത് എത്തും. പക്ഷെ നമുക്ക് ഇതിൽ 2Dയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഈ ലൈൻ ഇങ്ങനെ കുറേ ഡോട്ട് വരച്ച് അപ്പോൾ എന്ത് ചെയ്യണം, ഈ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇട്ടുണ്ടെങ്കിൽ എന്താ അത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വെച്ചിട്ട്, അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ഇങ്ങോട്ടേക്ക് വരും ഡയറക്ഷൻ. അപ്പോൾ 1 2 3 4 5 അങ്ങനെ പോയി ലാസ്റ്റ് ഏകദേശം ഈ ഒരു എന്താണ് ഇവിടുത്തെ വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് എന്താണ് ഇവിടുത്തെ വരെ പ്ലോട്ട് ചെയ്യുക. അതിന് ശേഷം കംപ്ലീറ്റ് വരക്കും, എന്നിട്ട് ഇവിടുത്തെ വരെ താഴോട്ടേക്ക് കാണിക്കും, അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇത് എന്തുകൊണ്ട് ഈ പോയിൻറ്റ്സ് ഇങ്ങോട്ടേക്ക് പോയത്, അത് ആക്ച്വലി നോക്കാൻ വളരെ സിമ്പിൾ പരിപാടിയുണ്ട്. നിങ്ങൾ ഈ കോമ്പസ് എടുത്തിട്ട് കോമ്പസിനിടയിൽ എടുത്തിട്ട് ഇതെന്തായാലും സൗത്ത് പോളാണല്ലോ, എന്തായാലും ബേസിക്കലി ഇവിടെ നോർത്ത് പോൾ വെക്കുക കോമ്പസിൻ്റെ. എന്നിട്ട് വെറുതെ ഞാനിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഇവിടെ പേജിലും പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വെറുതെ നീഡിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഇങ്ങനെ നിൽക്കുന്ന നമ്മളെ ഇതുണ്ടല്ലോ, അതായത് ഞാൻ ഇത് ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്, അതായത് ഇതാണ് നമ്മളെ ആ ഒരു ആരോൻ്റെ എന്താണ് ഹെഡെങ്കിൽ, ആരോൻ്റെ ആ കൂർത്ത ഭാഗമെങ്കിൽ അതെന്താ ഇതിങ്ങനെ വരുന്ന സമയത്ത് അത് ഞാൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കൊണ്ടുപോവാം. അപ്പോൾ ഞാൻ കാണാൻ പറ്റി ആ സാധനം വളഞ്ഞിട്ട്, അതായത് ഇത് ഞാൻ പറഞ്ഞത്, ഇത് ബാക്കിലത്തെ ഭാഗം, ഇത് ഫ്രണ്ടിലത്തെ ഭാഗം, ഇതിങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഞാനിങ്ങനെ ഇത് നീക്കുന്ന സമയത്ത് ആ ആരോ എങ്ങനെ സംഭവിക്കുന്നത്, നീഡിലെങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് എന്താ ഈയിലേക്ക് അതായത് പോയിന്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് നോർത്ത് പോൾ. അപ്പോൾ എന്താ ഇതപ്പോഴത്തേക്ക് തിരിഞ്ഞിട്ട് എന്തായിട്ടുണ്ടാവും, ഇതപ്പോൾ സൗത്ത് പോളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ സംഭവം ശരിക്കും നമ്മൾ കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഫീൽ കാണാൻ പറ്റും. അതേപോലെ ഈ സെറ്റ് ഓഫ് പോയിൻറ്റ്സിൽ ഇങ്ങനെ വന്നിട്ട് എന്താണ് ആ ഒരു ഇതേതാണോ ഭാഗം, ഇത് നോർത്ത് പോളിൽ കറക്റ്റ് ഈ ഒരു വളഞ്ഞിട്ട് ഇതുണ്ടാവും, ആരോ വരുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് ഇവിടെയും ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഒരു പോയിൻറ്റ്, കുറച്ച് മുന്നോട്ട് വെച്ച് അടുത്ത പോയിൻറ്റ്. അപ്പോൾ അപ്പോഴത്തേക്ക് എന്താ ഇത് കുറച്ച് എന്താണ് ആ വര ഞാൻ പറഞ്ഞില്ല, ഇത് ഇവിടെ എത്തുന്നപ്പോഴത്തേക്ക് ഇങ്ങനെല്ലാം ചേരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ അടുത്ത പോയിൻറ്റ് നീ കുറച്ചും കൂടി ചേരിഞ്ഞ് അടുത്ത പോയിൻറ്റ് ഇങ്ങനെ ചേരിഞ്ഞ്, അതായത് ഏകദേശം ഇങ്ങനെ ചേരിഞ്ഞ് അടുത്ത പോയിൻറ്റ് ഇങ്ങനെ ചേരിഞ്ഞ് അടുത്ത പോയിൻറ്റ്, പിന്നെ കംപ്ലീറ്റ് എന്താണ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന്. അപ്പോൾ എന്താ നമുക്ക് കറക്റ്റ് നല്ല രസത്തിൽ ആ പോയിൻറ്റ് ഇങ്ങനെ അങ്ങ് വരയ്ക്കാൻ പറ്റും. പറയുമ്പം കുറേ ഉണ്ടെങ്കിലും സാധനം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ കൊണ്ട് അല്ല 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്. നമ്മൾ പിന്നെ കുറേ ആദ്യമൊന്നും അറിയാത്തതുകൊണ്ട് തിരിഞ്ഞും പറഞ്ഞും കളിച്ചിട്ട് ലാസ്റ്റ് 2.5 മണിക്കൂർ ആയിപ്പോയതാണ്. അത്രയല്ല സാധനം കാണുമ്പോൾ എന്താണ് ഇത് ഡോട്ടുകളെല്ലാം വേഗം എന്താണ്, ഇപ്പോൾ 2 കോമ്പസിൻ്റെ ഒരാൾക്ക് ഒരു സൈഡിൽ നിന്ന് കുറേ റീഡിങ്സ് എടുക്കുക, അടുത്ത ആൾക്ക് അത് മറ്റേ ആൾക്ക് എന്താണ് നമ്മൾ, അതായത് ഓരോ ആൾക്കാർ എന്താണ്, ഞാനും ഇപ്പോൾ വേറെ ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സെപ്പറേറ്റ് ഇതേപോലത്തെ ഒരു വരച്ച് കാണിക്കണം, ഞാനും സെപ്പറേറ്റ് ഇങ്ങനെ വരച്ച് കാണിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം എടുത്തു ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ വേദ് 4 മണിക്കുള്ളിൽ 4 മണിന് മുമ്പേ തീരേണ്ട എക്സ്പെരിമെൻ്റ് ആയിരുന്നു. പക്ഷേ ഓരോ ആൾ എക്സ്ട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ചധികം 4.5 വരെ നീണ്ടുപോയത്. അത്ര സിമ്പിളായ പരിപാടി ഇതിങ്ങനെ. അതേപോലെ അതേ സെറ്റ് ഓഫ് റീഡിങ്സ് പിന്നെ അപ്പോൾ എന്താണ്
ഇതിപ്പോൾ സൗത്ത് പോൾ, ഇതിപ്പോൾ നോർത്ത് പോളാണ്. അങ്ങനെ എന്താണ് നമ്മളിങ്ങനെ വന്ന് ലാസ്റ്റ് ഇവിടെയാണ് പോയിന്റിന് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിന് ഇവിടെ വെക്കും. അപ്പോൾ കോമ്പസിൽ ഇവിടെ നോർത്ത് പോളായിരിക്കും. അപ്പോൾ നമ്മൾ കോമ്പസിൽ എന്ത് വെക്കണം, സൗത്ത് പോൾ, എന്നാലേ അട്രാക്ഷൻ വരുള്ളൂ. അപ്പോൾ അട്രാക്ഷൻ വരുന്ന സമയത്ത് ആരോ ഇങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ആരോ തന്നെ കറക്റ്റ് ആരോൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ തന്നെ കാണിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആരോ ഇങ്ങോട്ടേക്കായിരിക്കും, ആരോ ചിലപ്പോൾ ബാർ മാഗ്നറ്റിലോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിലത്തെ ബാഗായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീഡിങ്സ് എടുക്കാൻ പറ്റും, അതിൻ്റെ റീഡിങ്സ് എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് റീഡിങ് എടുക്കാം. അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്ക് ആ ഒരു നീഡിൽ ഇങ്ങോട്ടേക്ക് അല്ല, എന്താ പറയുക, കോമ്പസിന് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഈ നോട്ടിങ്, ഈ റീഡിങ് അതായത് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വരും. അപ്പോൾ അടുത്തത് നോട്ട് ചെയ്യുക, അടുത്ത റീഡിങ്, അടുത്ത് നോട്ട് ചെയ്യുക, അടുത്ത റീഡിങ്. അപ്പോൾ എന്താ, അതാണ് ബേസിക്കലി ഇത്. അത് എന്താണ്, ഇത് ആക്ച്വലി ആറോ ഇങ്ങോട്ടേക്ക്, നമ്മൾ പൊതുവേ ആക്ച്വലി ആറോ ഇവിടെയല്ല, ആക്ച്വലി ആറോ ഇങ്ങോട്ടേക്കല്ല പോയിന്റ് ചെയ്തത്. പക്ഷെ ഇവിടെയല്ല ആറോ ഇങ്ങോട്ടേക്ക്. കാരണം എന്താ പോയിന്റ് ചെയ്യുന്നത്, അത് നമ്മളെ ആ ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആറോൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗമായാലും ബാക്കിലത്തെ ഭാഗമായാലും മൈക്കില്ല. എന്നാൽ ഇങ്ങോട്ടേക്കെല്ലാം വരുമ്പോൾ ബേസിക്കലി ആറോൻ്റെ ബാക്കിലത്തെ ഭാഗമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതങ്ങനെ തന്നെയാണ്. അത് അതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് കാരണമാണ് അതങ്ങനെ നിൽക്കുന്നത്. അത് ആറോ നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ ഈ ഡോട്ട് എടുക്കാൻ പാടില്ലെന്നൊന്നുമില്ല. ചിലപ്പോൾ ബാക്കിലത്തെ ഭാഗം എടുക്കേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ പോയി ലാസ്റ്റ് അപ്പം ഇങ്ങനെ കുറേ ഡോട്ട് കിട്ടി ഇങ്ങനെ വരച്ച്. അതേപോലെ ഇവിടെയും കേസ് കുറേ ഇങ്ങനെ വരച്ച്. അതേപോലെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയല്ല നിൽക്കുന്നത്, ഞാൻ വേണ്ടിക്കൽ അപ്പുറത്ത് നിന്ന് കാണിച്ചത്. ഇപ്പോൾ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നത്, അപ്പുറത്തുനിന്ന് എന്താണ്, ഇതും നോർത്ത് പോൾ തന്നെ. ബേസിക്കലി ഞാൻ വളഞ്ഞെന്ന് വിചാരിച്ചിട്ട് നോർത്ത് പോൾ സൗത്ത് പോളൊന്നും മാറുന്നില്ലല്ലോ. ഇവിടുന്നു എന്താണ്, ചിലപ്പോൾ ആറോൻ്റെത് ആറോ ഇങ്ങനെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്, ഇതിങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ഇത് ബാക്കിലത്തെ ഭാഗമാണ് ഇതെങ്കിൽ ആറോ ഇങ്ങനെ. അപ്പോൾ എന്താ പോയിന്റ് കുറച്ച് ബാക്കൗട്ടാക്കി, അതായത് ഇങ്ങനെയല്ല നിൽക്കുന്നത്, കുറച്ച് ബാക്കൗട്ടാക്കി അടുത്തത് ഇത്, കുറച്ച് ബാക്കൗട്ടാക്കി അടുത്ത ഇത്, കുറച്ച് ബാക്കൗട്ടാക്കി അടുത്ത ഇത്, അങ്ങനെ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ യോജിപ്പിച്ച് വരിക. ഇവിടെ എന്താണ്, ഇവിടെ അപ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. കാരണം എന്താ, ഇവിടെ പോള് മാറി, ഇവിടെ സൗത്ത് പോളായി. അപ്പോൾ എന്താ, ഇവിടെ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്, അതിനുശേഷം കുറച്ച് മുന്നോട്ട് വെച്ച് അടുത്തത് ഈ പോയിന്റ്, കുറച്ച് മുന്നോട്ട് വെച്ച് അടുത്തത് ഈ പോയിന്റ് കിട്ടി, ഈ പോയിന്റ് അങ്ങനെ പോയി ലാസ്റ്റ് ഇവിടുത്തെ വരെ പോയിന്റ് കിട്ടും. അതെല്ലാം നമ്മൾ യോജിപ്പിക്കും. അതേപോലെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മളിങ്ങനെ മാഗ്നറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്, ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സാധനം ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും, ലൈക്ക് ദിസ് വളഞ്ഞിട്ട്. ഇതാണ് സംഭവം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇത്രേ ചെയ്യേണ്ടിയല്ലോ. ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. അപ്പം നമുക്ക് മാക്സിമം ഇവിടെ ഇപ്പം കുറേ ഗ്യാപ്പെല്ലാം കാണില്ല, ആ ഗ്യാപ്പിലെല്ലാം വേണമെങ്കിൽ ഓരോ വരച്ച് ചെയ്തോ. ഇതിപ്പോൾ എന്താണ്, ആ ടൈമിൻ്റെ ലിമിറ്റ് കൊണ്ട് നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാരണം രണ്ടാൾക്ക് ചെയ്യാനുണ്ടല്ലോ. മാക്സിമം എല്ലാ സൈഡിലും മാക്സിമം ഇനി പേടിയെങ്കിലും ഒരു കുറച്ച് സ്ഥലം ബാക്കി കാണുമെങ്കിൽ അവിടെയും കൂടി വരച്ചിട്ട് സാറെ ബോധ്യപ്പെടുക. അത്രയും. ഇതാണ് ബേസിക്കലി എക്സ്പെരിമെൻറ്റ്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇതെന്താ നമ്മൾ ചെയ്യുന്നത്, ബേസിക്കലി നമ്മളെ ആ ജിയോഗ്രഫിക് എർത്തിൻ്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ ചെയ്യുന്ന സാധനമായിട്ട് എന്താണ് റെഡി ആണോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താ സംഭവം? ഓക്കെ, ഇനി ഇതിൽ നൾ വെക്ടർ എന്നുള്ളൊരു ചെറിയൊരു നൾ പോയിൻ്റിലെ ഒരു ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് ബേസിക്കലി ഇതിപ്പോൾ ഇതാണ് നോർത്ത്, ജിയോഗ്രഫിക്കൽ നോർത്ത് അങ്ങോട്ടേക്കാണ്. എർത്തിന് തൽക്കാലത്തേക്ക് വിചാരിക്കും എന്താണ്, എർത്തിന് ജിയോഗ്രഫിക്കൽ നോർത്ത് അങ്ങോട്ടേക്ക്, ജിയോഗ്രഫിക്കൽ സൗത്ത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മളെ വേണ്ട കണ്ടീഷൻ ഈ ബാർ മാഗ്നറ്റിൻ്റെ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സും എർത്തിൻ്റെ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് രണ്ടും കൂടി ബാലൻസ് ഔട്ട് ആവണം. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ എന്താണ്, ഒരു പെർപെൻഡിക്കുലർ കണ്ടീഷനിലായിരിക്കണം, ഫോഴ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ കണ്ടീഷനിലായിരിക്കും നിൽക്കേണ്ടത്. അപ്പോൾ ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ നോർത്ത് ഇവിടെയും, അതായത് ഇതിപ്പോൾ ഇങ്ങോട്ടേക്കല്ല, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ജിയോഗ്രഫിക്കൽ നോർത്തും ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താ ഫോഴ്സ് തമ്മിൽ ആഡായി പോകില്ല, അത് എന്താണ് ബാലൻസ് ഔട്ട് ആവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂട്രൽ പോയിന്റ് കിട്ടേണ്ടിയിട്ട് ഈ നമ്മൾ ഈ പോയിന്റെല്ലാം മാർക്ക് ചെയ്തെല്ലാം വരച്ച് നമ്മൾ കുഞ്ഞ് സെറ്റപ്പ് ചെയ്യും. ഇങ്ങനെ നേരെ പിടിച്ച് തിരിച്ചിട്ട് 180 ഡിഗ്രി തിരിച്ചിട്ട് ഇങ്ങനെ വെക്കും. അതായത് ഇതിൻ്റെ നോർത്ത് പോൾ ഇവിടെയും ഇതിൻ്റെ സൗത്ത് പോൾ കൊണ്ടിട്ട് ഇവിടെ വെക്കും. ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു, തിരിക്കുന്നു, വെക്കുന്നു. അപ്പോൾ എന്തായി, ജിയോഗ്രഫിക്കൽ നോർത്തിനെ ഫേസ് ചെയ്യുന്നത് ഇതിൻ്റെ സൗത്ത് പോളും, ജിയോഗ്രഫിക്കൽ നോർത്തിനെ ഫേസ് ചെയ്യുന്നതിൻ്റെ സൗത്ത് പോളും, ജിയോഗ്രഫിക്കൽ സൗത്തിനെ ഫേസ് ചെയ്യുന്നതിൻ്റെ നോർത്ത് പോൾ വെക്കും. അങ്ങനെ ആകുമ്പോഴേ ആ ഫോഴ്സസ് തമ്മിൽ ബാലൻസ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ, അതായത് ഈ ലൈൻ ഓഫ് ആക്ഷൻ്റെ ഇടയിൽ ഏതോ ഒരു പോയിന്റിൽ എന്താണ് ആ ടോർക്ക് കാരണം ബേസിക്കലി, അതായത് നമ്മൾ ഈ ആർ ക്രോസ് എഫ് ആണല്ലോ ടോർക്ക്. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് കൂട്ടുന്നതോറും, നമ്മൾ ഈ കോമ്പസിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടുന്നതോറും ഏതോ ഒരു പോയിന്റിൽ നമ്മൾ ടോർക്ക് നല്ല ജാസ്തിയായിട്ട് ആ പോയിന്റ് എന്ത് ചെയ്യും, അതായത് നീഡിൽ തിരിയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം, അതായത് ഈ അന്നേരം വരെ ഇങ്ങനെ ആയിരിക്കും, അതായത് നീഡിൽ ഇപ്പം ഇങ്ങനെയാണ് പോയിന്റ് എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ നീഡിൽ തീരും. അതായത് കറക്റ്റ് ഇങ്ങനെ പോയി 90 ഡിഗ്രി ചെരിച്ചിട്ട് ഇങ്ങനെ വരും.
അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇത് സൗത്ത് അല്ലേ, സൗത്തിനപ്പോൾ അട്രാക്ട് ചെയ്യുന്ന ഏതാണ്? നമ്മളിപ്പോൾ ഇവിടെ ഏതാ വെക്കേണ്ടത്? നോർത്ത് ആയിരിക്കണം വെക്കേണ്ടത്. നോർത്ത് വെച്ച് നോർത്ത് ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമ്മളെ മാഗ്നറ്റ് അപ്പോൾ നമ്മളിങ്ങനെ, അതായത് എന്താണ് ബാർ മാഗ്നറ്റ് വെച്ചെടുക്കുന്ന ഇങ്ങനെയായിരുന്നു നമ്മൾ നോർമലി വെക്കുക. അതിന്ന് പൊസിഷൻ തിരിച്ചിട്ട് വെക്കുക, അതായത് തിരിച്ചിട്ട് വെക്കുക, 180 ഡിഗ്രി തിരിച്ചിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ, അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ ഇത് ജിയോഗ്രഫിക് നോർത്ത്, ഇവിടെ അപ്പോൾ എന്താ വേണ്ടത്? മാഗ്നറ്റിൻ്റെ സൗത്ത് പോള്. ഇവിടെ ജിയോഗ്രഫിക് സൗത്ത്, ഇവിടെ വേണ്ടത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോള്. അങ്ങനെ എന്താണ്, ഒരു ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഫിക്സ് ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പേരെന്തായിരുന്നു, ആ കോമ്പസ് നീഡിൽ എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ എന്താണ് ഇങ്ങോട്ടേക്ക് ദൂരെ പോയിക്കൊണ്ടിരിക്കുക. ഒരു പോയിൻ്റ് എത്തുമ്പോൾ എന്താണ് ബേസിക്കലി നമുക്ക് എന്താണ്, ഇതിപ്പോൾ ഈ മാഗ്നറ്റ് ഇവിടെ ഇല്ല. നിങ്ങളൊന്ന് വെറുതെ ആലോചിക്കും, മാഗ്നറ്റ് ഇവിടെ ഇല്ല. ജസ്റ്റ് ഈ എർത്തിൻ്റെ ജിയോഗ്രഫിക് സൗത്തിൻ്റെ എഫക്റ്റ് മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താണ് ഒരു പുള്ള് വരുന്നല്ലോ. അപ്പോൾ ബേസിക്കലി അപ്പോൾ എന്താ സംഭവിക്കാൻ പാടില്ലത്? അപ്പോൾ എന്താണ്, നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന ടൈമിൽ എന്ത് വരണം, നമ്മൾ ഈ നീഡിൽ ഇപ്പോൾ ഇങ്ങനെ സൗത്തിൽ നിൽക്കുന്നതാണ്, നേരെ 180 ഡിഗ്രി ചെരിഞ്ഞിട്ട് എന്നാൽ നോർത്തിലേക്ക് പോയിന്റ് ചെയ്യണം. കാരണം ഇങ്ങനൊരു സാധനം ഇല്ലെങ്കിൽ. പക്ഷേ നമ്മളിന്ന് ആലോചിച്ച് നോക്ക്, ബേസിക്കലി ഇതൊന്ന് ദൂരെ പോകുന്ന പറയുന്നതിന് ഇത് കാരണം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നത് അത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് 180 ഡിഗ്രി ചേരൂല. പക്ഷേ എന്ത് ചെയ്യും, ഇതിപ്പോൾ എന്താണ്, ഇത് സൗത്ത് അങ്ങനെയല്ല, ഇത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടെ വെസ്റ്റും ഇവിടെ ഈസ്റ്റും അങ്ങനെയാണെന്ന് എനിക്ക് ഏകദേശം തോന്നുന്നത്. എന്തായാലും ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ, അതായത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനം ബേസിക്കലി ഇങ്ങനെ ആയിട്ട് മാറും. അതായത് ഈസ്റ്റ് ഡയറക്ഷനിലും വെസ്റ്റ് ഡയറക്ഷനിലും പോയിന്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ ചേർന്നിട്ട്, അതായത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സാധനം ഇവിടെ ഒരു ഏകദേശം ഇതിൻ്റെ ഈ ഒരു പേജ് തീരാനാവുമ്പോൾ ബേസിക്കലി അതിൻ്റെ ഇൻഫ്ലുവൻസ് ഏകദേശം ഇവിടെ എത്തുമ്പോഴത്തെ കുറഞ്ഞ ലാസ്റ്റ് എന്താണ് ഇങ്ങനെ ആയിട്ട് മാറും ഏകദേശം. എന്താണ്, അതായത് ഇങ്ങനെയൊന്നല്ല അതായത് ഇങ്ങനെ നിൽക്കുന്ന അതൊന്നും പറ്റൂല. കറക്റ്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റിനെ ഈ ഒരു രീതിക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഡിഫ്ലക്ഷൻ മാറിയിട്ടുണ്ടാവും. ആ പാർഷ്യൽ എഫക്റ്റ് ക്യാൻസൽ ആയി പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫുള്ളി ബാർ മാഗ്നറ്റിൻ്റെ എഫക്റ്റ് ഡിസപ്പിയർ ആവുകയാണെങ്കിൽ ആ സാധനം കംപ്ലീറ്റ്ലി ചേർന്നിട്ട് ഇവിടെ സൗത്ത് ആണെങ്കിൽ നോർത്താണെങ്കിൽ സൗത്ത് ആവും, അങ്ങനെ മാറണ്ടായിരുന്നു. പക്ഷേ ഒരു പാർഷ്യൽ ക്യാൻസലേഷൻ മാത്രമേ, പാർഷ്യൽ ബാലൻസിങ് അവിടെ നടക്കുന്നില്ലോ. അതുകൊണ്ട് 180 ഡിഗ്രി ശരിയാണ്ട് ഒരു 90 വെച്ച് ചേർന്നിട്ട് സ്റ്റോപ്പായി. ഈസ്റ്റ് വെസ്റ്റ് എന്നില്ല. അതുകൊണ്ടാണ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കാണിക്കുന്നത്. അല്ല നേരെ ഇങ്ങോട്ടേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ പോയ സാധനം ഇവിടെ വെച്ച് നിർത്തി. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ്. അപ്പോൾ എന്താണ് ബേസിക്കലി ഇവിടെ ഈസ്റ്റും വെസ്റ്റാണ് തൽക്കാലത്തേക്ക് വിചാരിക്കുക, ഇത് വെസ്റ്റും ഈസ്റ്റാണ് തൽക്കാലത്തേക്ക് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഇത് കറക്റ്റ് എനിക്ക് ചെയ്താൽ ഇവിടെ വെസ്റ്റാണ് ഈസ്റ്റാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും അത് ആ ഡയറക്ഷനിലായിരിക്കും, ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. അതിന് ശേഷം എന്താണ്, ഇതിപ്പം കോമ്പസ് നീഡിൽ ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത് കോമ്പസ്. അതിൻ്റെ അപ്പോൾ ആറോൻ്റെ ഈ ഒരു ഫ്രണ്ടിലത്തെ ഭാഗം കുറച്ച് മാർക്ക് ചെയ്യുക, അതിൻ്റെ ആറോൻ്റെ ബാക്കിലത്തെ ഭാഗവും മാർക്ക് ചെയ്യുന്നിട്ട് രണ്ടും യോജിപ്പിക്കുക. സിമ്പിൾ പരിപാടി. ഇവിടെ ഒന്ന് മാർക്ക് ഇവിടെ ഒരു മാർക്ക്, രണ്ടും യോജിപ്പിച്ച്. അതേപോലെ ഇവിടെ അപ്പോൾ എന്തായിരിക്കും, ഇവിടെ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഇതിപ്പോൾ ജോഗ്രഫിക് സൗത്ത് ആണെങ്കിൽ ഇത് നോർത്ത് പോൾ. അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് അതായത് വേറൊരു മാഗ്നറ്റിൻ്റെ അത്രയും നല്ലത്. കാരണം വേറൊരു മാഗ്നറ്റ് മാഗ്നറ്റില്ല, വേറെ കോമ്പസ് നീഡിൽ വേണം ബേസിക്കലി. കാരണം രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു നൾ പോയിൻറ്റും കിട്ടും, ഇവിടെ ഒരു നൾ പോയിൻറ്റും കിട്ടും. അപ്പോൾ ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബേസിക്കലി പറഞ്ഞുതരാം. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൾ പോയിൻറ്റ്സ് 2D. അതായത് ഇവിടെ കിട്ടുന്ന നൾ പോയിന്റ്, അതായത് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈസ്റ്റ് വെസ്റ്റിൽ ഇങ്ങനെ നിന്നില്ല, അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ബാക്കോട്ടേക്ക് നമ്മൾ, അതായത് ഇവിടെ വെച്ച് ഫിക്സ് ആക്കി ഇവിടെ തന്നെ വെച്ച് നമ്മളിവിടുന്ന് മാറ്റുന്നില്ല കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു സംഭവം മാർക്ക് ചെയ്തിട്ട് ഓക്കെ അത് മാറ്റി. അതിന് ശേഷം എന്താണ്, അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഡിസ്റ്റൻസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോൾ. അതിന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളെ എന്താണ് മാഗ്നറ്റിക് കോമ്പസ് ഇങ്ങനെ കുറച്ച് എന്താണ്, അതായത് കൂട്ടി ഡിസ്റ്റൻസ് കൂട്ടി ഇവിടുത്തെ വരെ എത്തിച്ച്. അപ്പോൾ അത് നൾ പോയിന്റ് ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കാണിച്ച് നിർത്തി. അതായത് ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ തിരിഞ്ഞ് എന്നിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായി. എന്നിട്ട് എന്ത് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു മാർക്ക് രണ്ടും കൂടി യോജിപ്പിച്ച് എന്നിട്ട് എന്താക്കി, ഈ ഒരു ഭാഗം തമ്മിലെല്ലാം സ്കെയിൽ വെച്ചിട്ട് ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 38, 39 അല്ലെങ്കിൽ 37.5 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 42 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് മാക്സിമം ഉറപ്പ് വരുത്തുക. കാരണം എനിക്കൊന്ന് ഈ പേപ്പർ ഓൾമോസ്റ്റ് ഒരു 45 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒരു 37, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 45 കംപ്ലീറ്റ് ഇതിൻ്റെ ബ്രെഡ്ത്ത് ഒരു 45 ഒക്കെ ഉണ്ടാകുന്ന തോന്നുന്നു. അപ്പോൾ അതിലും കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ നൾ പോയിന്റ് ഈടിയായിരിക്കും കിട്ടുന്നത്, ചിലപ്പം കുറച്ച് ഇങ്ങോട്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങോട്ടേക്ക്, ചിലപ്പോൾ വേവറിന് അറ്റത്തായിരിക്കും കിട്ടുന്നത്. അത് നോക്കിയിട്ട് അതിന് കണക്കായിട്ട് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൾ പോയിന്റ്സ്, അല്ലെങ്കിൽ 2D എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താ ദാറ്റ് ഈസ് ഈക്വൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്കിവിടെ ഞാനിപ്പോൾ എഴുതിയ വാല്യൂ എടുത്ത് പോയി 38.2 സെൻറ്റിമീറ്റർ സ്കെയിലിൽ.
അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 38.2 × 10⁻². ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെന്ത് ഈ മാഗ്നറ്റിക് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് അതൊന്നുമില്ല. അത് ഈ പറയുന്ന ഇത് ബാർ മാഗ്നറ്റ് ഇല്ല. ബാർ മാഗ്നറ്റിനെ വെസ്റ്റ് ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർ മാഗ്നറ്റ് എടുക്കുക. ഒരു എന്താണ് നമ്മളെ മറ്റേ സ്കെയിൽ പോയി സ്കെയിലില്ലേ, ഇതാ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എനിക്കിവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 5.1, ഓൾമോസ്റ്റ് 5.2 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടി. ഇതൊന്നും അത്ര വലിയ വേരിയബിളായി കളിക്കുന്നത്, ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് അല്ലൊരു വാല്യൂ ആണ്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 5.1 സെൻറ്റിമീറ്റർ, അതിൻ്റെ മീറ്ററിലേക്ക് വരുമ്പോൾ 5.1 × 10⁻² മീറ്റർ. ഇനി ഹാഫ് ദ ലെങ്ത് ആവേണ്ട 12 അല്ല, അതായത് ബാർ മാഗ്നറ്റിൻ്റെ കംപ്ലീറ്റ് ലെങ്ത് എനിക്ക് വേണം. എനിക്കതിൻ്റെ പകുതി ലെങ്ത് മതി. അപ്പോൾ പകുതി കിട്ടാൻ എന്ത് ചെയ്യുക, ഇതിനൊരു 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ 2.55, കാരണം ഇത് 5.1 ആയിപ്പോയി, അതുകൊണ്ട് 2.55 വന്നത്. 5 ആയിരുന്നു 2.5 കിട്ടിയിരുന്നു, ഇവിടെ 1 വന്നു, ഏതാ പ്രശ്നം. അപ്പോൾ 2.55 × 10⁻² മീറ്റർ. ഓക്കെ, സെറ്റ്. ഇനി ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൾ പോയിൻറ്റ്സ് എന്താ, ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൾ പോയിൻറ്റ്സ് ആണ് 2D, അത് 38.2 സെൻറ്റിമീറ്റർ അല്ലെ 13.2 × 10⁻² മീറ്റർ, അല്ല നമ്മൾ മീറ്ററിലാണ് SI യൂണിറ്റ്സിലാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹാഫ് ദ ഡിസ്റ്റൻസാണ് വേണ്ടത് ഈ നൾ പോയിൻറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ 2 വെച്ച് ഇതും നമുക്ക് ഹാഫ് ഡിസ്റ്റൻസ് വേണം, ഇതും നമുക്ക് ഹാഫ് ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഇതിനും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 19.1 × 10⁻² മീറ്റർ, അതായത് ബേസിക്കലി /2 സിമ്പിൾ. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ എന്താണ് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല, ഇതൊക്കെ ജസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്. അടുത്ത ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് BH എന്ന് പറയുന്നത് 0.38 × 10⁻⁴. ഇതെന്ന സാധനം, ദിസ് ഇസ് കോൾഡ് ടെസ്ല. ആ ടെസ്ല തന്നെ, ടീൻ്റെ ടെസ്ല, T4 ടെസ്ല. ഇനി മൊമെൻറ്റ് ഓഫ് മാഗ്നറ്റ് ഇതെല്ലാം വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സ്മോൾ m = BH × എന്താണ് D² - L² ദ ഹോൾ സ്ക്വയർ × 10⁻⁷ / 2D. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ 2D എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ലെങ്ത് ആണല്ലോ 38.2 × 10⁻⁻. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ 2 × ഇപ്പോൾ D കണ്ടുപിടിച്ചാൽ അത് രണ്ടും സെയിം എഫക്റ്റ് ആണ്. അതുകൊണ്ട് 2D എന്ന് പറയുന്നത് ഇത് എടുത്തു കഴിഞ്ഞാലും അല്ലെ 2 × ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും സെയിം എഫക്റ്റ് ആണ്. അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ 2 × എന്ന് തന്നെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കാൽക്കുലേഷനിൽ 19.1. ഇത് നിങ്ങൾ ആലോചിച്ച് 2 × സാധനം ചെയ്ത് ഇതിൻ്റെ ലെവേസിയിൽ കിട്ടാൻ പോകുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ എന്താണ് D² - L² ദ ഹോൾ സ്ക്വയർ × 10⁻⁷. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. BH എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഇത് എന്താണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇത് എർത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് BH എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ വാല്യൂ. 0.38 × 10⁻⁴. ഇനി D എന്ന് പറയുന്നത് എന്താ, ഇതാ 19.1 × 10⁻⁻² ഹോൾ സ്ക്വയർ മൈനസ് L എന്ന് പറയുന്നത് ഇതാ ഇവിടെ കണ്ടുപിടിച്ച 5.1 × 10⁻². അതായത് അപ്പോൾ അതിൻ്റെ പകുതി 2.55 × 10⁻². അതാണ് L എന്ന് പറയുന്നത്. അപ്പോൾ 2.55 × 10⁻² ഹോൾ സ്ക്വയർ, ഇതിൻ്റെ കംപ്ലീറ്റിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്ക്വയർ ഉണ്ട്, അതും കൂടി ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം ഈ സ്ക്വയർ വെച്ചിട്ടെല്ലാം എന്താണ് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇവിടെ എല്ലാം കുറേ തെറ്റിപ്പോയിൻ്റെ കുറേ സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ പുറത്ത് ഇൻറ്റു 10⁻7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം / 2D. 2D എന്ന് പറയുന്നത് ബേസിക്കലി 38.2 × 10⁻² 2 × ഈസ് ആ വാല്യൂ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആ കിട്ടുന്ന ആൻസർ ആംബിയർ മീറ്റർ സ്ക്വയറിലായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുക. ആ വാല്യൂ എനിക്ക് എത്രയാണെന്ന് അറിയില്ല, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണോ. ഇതാണ് ഫൈനൽ ആൻസർ. പിന്നെ പോൾ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് എന്താ ചെയ്യേണ്ടത്, M / അത് ഇവിടെ കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇത് സംതിങ് ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ദാറ്റ് / 2L. 2L എന്ന് പറയുന്നത് എന്താ, ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 5.1 × 10⁻² മീറ്റർ. അപ്പോൾ ഇതിവിടെ കിട്ടുന്ന വാല്യൂ / 5.1 × 10⁻². നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടുന്ന ആ വാല്യൂ ഇത് / ഇത്. അപ്പോൾ ആ കിട്ടുന്ന ആൻസർ എന്തായാലും ഇവിടെ ഒരു ലെങ്ത്ത് ഇത് രണ്ടും കൂടി കട്ടായി. ഇപ്പോൾ ഇവിടെ ആംബിയർ മീറ്റർ സ്ക്വയറിലെ ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് മീറ്റർ. അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറും കട്ടായി, ലാസ്റ്റ് മീറ്റർ ആംബിയർ മീറ്റർ. അതായിരിക്കും ദ പോൾ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ P. P = M/2L. ഇത്രയും കണ്ടുപിടിക്കുക, സിമ്പിൾ. വേറെ പെട്ടി ഒന്നും വരക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കും ഇവിടെ വേറെ പെട്ടി ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ എക്സ്പ്ലെയിൻ. പെട്ടി പോലും ടാബുലേഷൻ കോളും പോലും വരക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ എന്താണ് ഡ്രോൺ ആൻഡ് നൾ പോയിൻറ്റ്സ് ആർ ലൊക്കേറ്റഡ്. ഇത് വരക്കുകയും ചെയ്തിട്ടുണ്ട്, നൾ പോയിൻറ്റ്സ് ലൊക്കേറ്റും ചെയ്തിട്ടുണ്ട്. ഇനി മാഗ്നറ്റിക് മൊമെൻറ്റ് M ഞാൻ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ആ ഈ കിട്ടിയ വാല്യൂ വെച്ചിട്ട് പോൾ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ. ദിസ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് എക്സ്പെരിമെൻറ്റ് എവർ I have seen in my history. ഇതിലും സിമ്പിളായിട്ട് എക്സ്പെരിമെൻറ്റ് എനിക്ക് കിട്ടാനില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇനിയും വീഡിയോസ് കണ്ടിന്യൂ ചെയ്യും. സെമസ്റ്റർ 2 സീരീസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഇന്ന് ഇതിൻ്റെ തുടക്കം കുറിക്കണം. ദിസ് ഇസ് ഹൗ വി ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് യൂസിങ് എ ബാർ മാഗ്നറ്റ്. മാപ്പിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സ്പെരിമെൻറ്റ് നമ്പർ 1.